2500 കുട്ടികൾക്ക് കഴിയും. ഒരു സമയം 2500 കുട്ടികൾക്ക്. ആ 2500 ഇരിക്കാൻ പറ്റുന്ന 12 കൗണ്ടറുകളാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് 12 കൗണ്ടറുകൾക്കും വിവിധ ഭക്ഷണങ്ങളുമായി സദ്യവട്ടവുമായി ബന്ധപ്പെട്ട പേരുകളാണ് നൽകിയിട്ടുള്ളത്. ഭക്ഷണത്തിൻ്റെ സമയം ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? രാവിലെ 7:30 മണി മുതൽ പ്രഭാത ഭക്ഷണം, അത് 11 മണി വരെ ഉണ്ടാകും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 11:30 മണി തൊട്ട് ഉച്ചഭക്ഷണം ഉണ്ടാകും. ആ ഉച്ചഭക്ഷണം ഒരു 3:30 മണി വരെ കൊടുക്കേണ്ടി വരും. രാത്രിയത്തെ അത്താഴം 7:30 മണി മുതൽ 11 മണി വരെ കൊടുക്കേണ്ടി വരും. ആ നിലയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ സമയം വ്യത്യസ്തമായി വന്നാലും കൃത്യമായി വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉച്ച സമയത്ത് ഏകദേശം 20,000 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളമ്പൊക്കെ അധ്യാപകർ തന്നെയല്ലേ? എത്ര അധ്യാപകരുണ്ട്? ഞങ്ങൾ KST കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയാണ് ഇതിൻ്റെ ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ 350 അധ്യാപകരാണ് ഒരു സമയം ഇതിൻ്റെ 12 കൗണ്ടറുകളായി ഭക്ഷണ വിതരണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണം, പിന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പോലുള്ള കുട്ടികൾ, സർവീസ് സംഘടനകളൊക്കെ ഇതിനെ പങ്കെടുന്നുണ്ട്. നല്ല ജനകീയ പങ്കാളിത്തമുണ്ട്. പിന്നെ 13 സബ് കമ്മിറ്റികളിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ സബ് കമ്മിറ്റികളുടെ എല്ലാം ചുമതല വഹിക്കുന്നത് ജനപ്രതിനിധികളാണ്. ആ നിലയിലാണ് പ്രവർത്തനം ക്രമീകരിച്ചിട്ടുള്ളത്.